ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുതിയൊരു വെളിച്ചെണ്ണക്കൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ പറമ്പിലുണ്ടായ ഈ പറമ്പുകളിൽ നിന്ന് എൻ്റെ ഈ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത കുറേ മരുന്നുകൾ, പിന്നെ കുറച്ച് മരുന്ന് അങ്ങാടി മരുന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണക്കൂട്ട് ഉണ്ടാക്കണത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വെളിച്ചെണ്ണക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അത് നല്ലൊരു അടിപൊളി വെളിച്ചെണ്ണക്കൂട്ടാണ്. കാരണം അതിൽ കുറേ പച്ചമരുന്നുകളും പിന്നെ കുറച്ചൊക്കെ പൊടിച്ച മരുന്നുകളും പിന്നെ അങ്ങനെ എല്ലാ സൈസ് മരുന്നുകളും കൂട്ടി നല്ലൊരു അടിപൊളി വെളിച്ചെണ്ണക്കൂട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങളുടെ ഈ വെളിച്ചെണ്ണക്കൂട്ട് നിങ്ങളെ എല്ലാവരും ഒന്നും ഫുള്ളായിട്ട് വീഡിയോ കാണാം. എന്നിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറയില്ല. പച്ചമരുന്നുകളൊക്കെ നമ്മൾ കണ്ടെത്തണം, പിന്നെ ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങിക്കണം, എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക്, ഈ പച്ചമരുന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കണ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഫുള്ളായി കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നാലും ഞങ്ങൾക്ക് വ്യൂസ് കൂടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണക്കൂട്ടിലത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് ഞാനിവിടെ കുറേ മരുന്നുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് പറയുന്ന പേരാണ് കേശവർദ്ധിനി എന്ന് പറയും. കേശവർദ്ധിനി ഒരു സംഭവം കേട്ടോ. എല്ലാവരുടെ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. കേശവർദ്ധിനിക്ക് ഒരു പ്രത്യേക തലമുടി അതാണ് വർദ്ധിനി, കേശവർദ്ധിനി. പിന്നെ പറയും കേശാമൃതം എന്നൊക്കെ. ഇതിൻ്റെ ഈ ഇല നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ എത്ര പ്രായമായാൽ പോലും തലമുടി നരക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ സമ്പ്രദായമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി കേശവർദ്ധിനി ഇവിടെ കൊണ്ടുവച്ചാണ്. അപ്പോൾ ഇത് ഫ്രഷായി ഇലകൾ ഇന്നലെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ വീണ്ടും ഒരു കല കാണിക്കാൻ പൊടിച്ചതാണ്. ചെടികളൊക്കെ ഞാൻ ഇന്നലെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചു, പക്ഷെ എനിക്ക് ഇന്നലെ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഏതാണ്ട് കേശവർദ്ധിനിയെ പോലെ ഉണ്ടല്ലേ നമ്മുടെ പനിക്കൂർക്ക. ഇതും നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ നമ്മുടെ എണ്ണ കാച്ചാൻ. ഇത് രണ്ടും ഞാൻ പരിചയപ്പെടുത്തി തന്നു. പിന്നെ ഞാൻ പരിചയപ്പെടുത്തിൻ്റെ പൂവാങ്കുറുന്നൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കുറേ ഞാൻ ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് കുറേ പറിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. പൂവാങ്കുറുന്നൽ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു കട എടുത്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുളസി, നല്ല തുളസി. ഇതൊക്കെ പൂവാങ്കുറുന്നലാട്ടോ, നല്ല തുളസിയാണ് പിന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഇത് എന്താ പറയുക, കീഴാർനെല്ലിയാണ് കണ്ട. കീഴാർനെല്ലി എന്ന് പറയുന്ന ഈ ഓരോ ചെടിയിൽ അടിയിൽ ഈ നെല്ലിക്ക പോലെ ഈ സാധനമുണ്ട്. അതുകൊണ്ടാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശരീരത്തിനും തലയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. ശരീരത്തിന് പാലിലൊക്കെ അരച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാനും വന്നവരെ മാറാനൊക്കെയുള്ളൊരു അടിപൊളി സാധനമാണ് കീഴാർനെല്ലി. നമ്മൾ കീഴാർനെല്ലി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ വേണ്ടതുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർക്കേണ്ടത്, ഇതൊക്കെ ഞാൻ സാധാരണ ചേർക്കാറുള്ളത് തന്നെയാണ്, ഉഴിഞ്ഞ പൂവാങ്കുറുന്നൽ. പിന്നെ ഞാൻ 1-2 കട നമ്മുടെ എന്താ പറയുക മുക്കുറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ലെന്ന്. അതുപോലെ ഞാൻ വലിയൊരു കട മൊയിൽച്ചെവി ഇട്ടിട്ടുണ്ട്. മൊയിൽച്ചെവി കൊണ്ടുണ്ട്. മൊയിൽച്ചെവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ട, മൊയിലിൻ്റെ ചെവി പോലെ ഉണ്ടല്ല, അതുകൊണ്ടാണ് മൊയിൽച്ചെവി എന്ന് പറയുന്നത്. അപ്പോൾ മൊയിൽച്ചെവി ഉണ്ട്. പിന്നെ മുരിങ്ങയില ഇലയുണ്ട്, മുരിങ്ങയിലയുണ്ട്, ഉഴിഞ്ഞുണ്ട്, നീലമരി ഉണ്ട്, കഞ്ഞുണ്ണീര വീട്ടിലൊരു കഞ്ഞുണ്ണീര കടയുണ്ടായി, അതിൻ്റെ ഇല ഞാൻ ഒടിച്ചു കൊണ്ടുണ്ട്. കഞ്ഞുണ്ണി വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഞാനൊരു കട കഞ്ഞുണ്ണി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ കുറേ ഇലകളുണ്ട് ഇപ്പോൾ കണ്ട. പിന്നെ നമ്മൾ മാറ്റി കുറച്ച് ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി എണ്ണ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഈ ഇലകളൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. മണ്ണൊക്കെ ഉണ്ട് ഇതിൽ കണ്ട. ഇതൊക്കെ കഴുകിയിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കഴുകട്ടെ കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ തളിരലയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാനായിട്ട്. അപ്പോൾ എല്ലാ ഇലകളും ഞാനിവിടെ തണ്ടുമെന്നൊക്കെ ഉരിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകി വാരി വയ്ക്കണം കേട്ടോ. അതിന് മുന്നേ പിന്നെ ഞാൻ വലിയൊരു തണ്ട് നമ്മുടെ അലോവേര കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴയുടെ തണ്ടൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി ഇതിൻ്റെ പശയൊക്കെ കളഞ്ഞതാണ്. ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അവസാനം ഇതിൻ്റെ ജെല്ലെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയിട്ടാണ്. നമ്മുടെ കറിവേപ്പില. അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയി. പക്ഷെ ഞാൻ എല്ലാതും ഇവിടെ ഉതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ കഴുകി വെച്ച നമ്മുടെ ഈ ഇലകളിലേക്ക് ഈ പച്ചമരുന്നിലേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായി വാർന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളം എപ്പോഴും വെളിച്ചെണ്ണ എത്രയുണ്ട് അത്രയ്ക്കും ജ്യൂസും വേണമെന്നാണ് പറയുക. വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെറുതെ മരുന്നൊഴിച്ച് കാച്ചിട്ട് കാര്യമില്ല. എത്ര വെളിച്ചെണ്ണയുണ്ട് അത്രയ്ക്ക് വെള്ളം വേണം. അപ്പോൾ നമുക്ക് ഈ ഇലകൾ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇത്രയും അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. ഇത് അരിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് കൂടെ നല്ല പതഞ്ഞ് നല്ല പതയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിക്കൂറൊക്കെ ഇങ്ങനത്തെ ഉള്ളത് കൊണ്ട് നല്ല കറുത്തിരണ്ടിരിക്കണം. ബാക്കിയുള്ളതന്നെ ഒരു ട്രിപ്പും കൂടി അരച്ചാൽ കഴിയും. ഇതിലേക്ക് നമുക്കൊരു പിടി പേരയുടെ ഇല കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ജ്യൂസും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ കാച്ചാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയേക്കാളും ഇരട്ടി ജ്യൂസ് വേണമെന്നാണ് നമ്മുടെ ആയുർവേദ വൈദ്യന്മാർ പറയുന്നത്. കാരണം വെറുതെ വെള്ളത്തിൽ കുറച്ച് ജ്യൂസ് മരുന്നുകൾ അരച്ച് ചേർത്ത് വെളിച്ചെണ്ണ കാച്ചിനേക്കാളും കുറേ ജ്യൂസിൽ വെളിച്ചെണ്ണ കിടന്ന് വെളിച്ചെണ്ണയേക്കാളും കൂടുതൽ അത്രയും വെള്ളം വേണമെന്ന്, അതായത് ജ്യൂസ് വേണമെന്ന്. അപ്പോൾ അത്രയും ജ്യൂസിൽ കിടന്നിട്ട് വേണം നമ്മുടെ വെളിച്ചെണ്ണ വറ്റി വെളിച്ചെണ്ണയാവാൻ. ആ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറയും 100 ഇരട്ടി ഗുണം ഉണ്ടാവും ഇതിന്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ ഇത് അടുപ്പൊന്ന് വെച്ചിട്ട് ഒന്ന് തിളച്ച് ഒരു വിധം കുറച്ചൊന്ന് വറ്റുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അളന്ന് ഒഴിച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇനി അടുപ്പൊന്ന് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഈ ജ്യൂസിൽ കിടന്ന് കുതിരട്ടെ. അതുപോലെ ഇത്ര ഉലുവയും, അതായത് ഒരു വലിയ സ്പൂണ് കരിഞ്ചീരകം ഒരു വലിയ സ്പൂണ് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും അതിൽ കിടന്ന് കുതിരട്ടെ. ഇനി അടുപ്പ് കത്തിക്കാം. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അടുപ്പത്ത് വയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നീലമരിയുടെ പൊടിയാണ് കേട്ടോ. നീലമരി ഞാൻ സാധാരണ പച്ച നീലമരിയാണ് ചേർക്കാറ്. ഈ പ്രാവശ്യം എനിക്ക് പച്ച കിട്ടിയില്ല. അപ്പം ഞാൻ ഈ പൊടിയാണ്, ഇതുകൊണ്ടൊരു പാത്രം നീലമരിയുടെ പൊടി. പിന്നെ ചേർക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത്. നെല്ലിക്കപ്പൊടി കുറച്ചും കൂടെ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഗംഗാതി, അതായത് കഞ്ഞുണ്ണി. ഞാൻ ഒരു തണ്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും അത് പോരാ. കുറച്ചും കൂടെ നമുക്ക് ചേർക്കാം. പൊടി ഒരു പാത്രം കഞ്ഞുണ്ണീരെ പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റംസുകളൊക്കെ കഴിഞ്ഞു. ഇനി ശരിക്കും അടുപ്പിട്ട് വയ്ക്കാം.
ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം കേട്ടോ. കുതിരണമെങ്കിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പുമ്മേ വെച്ചാൽ മതി. പൊടികളൊക്കെ ജ്യൂസിൽ കൂടെ നന്നായി മിക്സ് ആവട്ടെ. ഇപ്പോൾ നമ്മുടെ ജ്യൂസിൽ കൂടെ ഈ പൊടികളൊക്കെ നന്നായി കലർന്ന് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടി ഞാൻ അടുപ്പുമ്മ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പോക്കയൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചാനോ അങ്ങനെയൊക്കെ ആയിട്ട് മാത്രമേ ഞാൻ ഈ അടുപ്പ് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ശരിക്ക് കത്താണ്ടൊരു പുകയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, കത്തിപ്പിടിഞ്ഞോളും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ പെണ്ണ് ഇതിൽ ചെമ്പരത്തിയുടെ മൊട്ട് വെട്ടിയിട്ട് വേണ്ട. അപ്പോൾ ജ്യൂസ് നമുക്ക് ഉരുളിയിലും ജ്യൂസ് മാത്രമേ ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ജ്യൂസും നമ്മുടെ കരിഞ്ജീരകവും ഉലുവയൊക്കെ എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 250 ml പാത്രമാണ്, അല്ല 200 ml പാത്രമാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ അളന്ന് ഒഴിക്കാൻ പോണത്. നമ്മുടെ ജ്യൂസൊക്കെ നല്ല മാതിരി സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കാം. 200 വെളിച്ചെണ്ണ ആയിട്ടുള്ള ഒരു ലിറ്ററാണ് ഞാൻ ഒഴിക്കണേ. 200, 400, 600, 800, 1000. നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിയാൽ നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ ഇപ്പോൾ 1000, അതായത് 1 കിലോ വെളിച്ചെണ്ണയായി. 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചി നമുക്ക് 1 ലിറ്റർ കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു 200 വെളിച്ചെണ്ണയും കൂടിയും കൂടുതൽ കാച്ചാം, ഒഴിക്കാം. എന്നാലാണ് നമുക്ക് ഈ വറ്റി പോയിട്ട് നമുക്ക് അത്രയും കിട്ടുള്ളൂ. അപ്പോൾ 1200 വെളിച്ചെണ്ണ നമ്മളിതിൽ ചേർത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ നന്നായി ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് ഇതിൽക്കിട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്പരത്തി പൂവ് കുറച്ചുള്ളൂ കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചെത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവും ചെത്തിപ്പൂവും ഇട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അലോവേരയുടെ ജെല്ലെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന അലോവേര ഇല്ലേ, അതിൻ്റെ ജെല്ല്. ഇത് പെട്ടെന്ന് തിളച്ച് വറ്റിക്കരുത്. ഇപ്പം ഇന്ന് കാലത്ത് ഇട്ടിട്ടുണ്ട്, കാലത്ത് ഞാൻ ഇട്ടോക്കണേ. പക്ഷേ ഒരു വൈകുന്നേരം വരെയെങ്കിലും ഇത് കിടന്ന് പതുക്കെ വറ്റാൻ പാടുള്ളൂ കേട്ടോ. ഒറ്റയടിക്ക് തിളപ്പിച്ച് വറ്റിക്കാൻ പാടില്ല. ഞാൻ പല പ്രാവശ്യം എണ്ണ കാച്ചുമ്പോഴും അത് പറയാറുണ്ട്. ഇപ്പോഴും അത് തന്നെ പറയുന്നു, ഒറ്റയടിക്ക് വെളിച്ചെണ്ണ കാച്ചി വറ്റിക്കാൻ പാടില്ല. നമ്മൾ പതുക്കെ വറ്റിക്കാൻ പാടുള്ളൂ. ചിലവരൊക്കെ വൈദ്യന്മാരൊക്കെ പറഞ്ഞാൽ 4 ദിവസം വേണ്ട പറയുന്നത്, എന്നാലാണ് ആ വെളിച്ചെണ്ണയ്ക്ക് ഗുണം ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ കുറച്ച് ത്രിബല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ത്രിബല എന്ന് പറയില്ലേ, പെട്ടിമരുന്ന്. അതെ, ത്രിബല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, കടുക്ക, അങ്ങനത്തെ സാധനം. അത് കുറച്ച് ഇട്ട് കൊടുക്കണം. അതാണ് ത്രിബല. അതും കൂടെ കിടന്ന് നന്നായി മരിയട്ടെ. നമുക്ക് ഈ ജെല്ല് മൊത്തം എടുക്കാം കേട്ടോ.
നമ്മുടെ ജെല്ല് ഞാൻ മുഴുവൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ തൊലിയാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മളത് കളയാൻ പോവാട്ടോ. അപ്പോൾ ഈ ജെല്ല് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ജെല്ല് ഞാൻ നന്നായി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. കുരുകുരുന്ന് അരിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അരിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ജെല്ല് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ പാകമായിട്ടുണ്ട് കേട്ടോ, പറ്റി പാകമായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ വെളിച്ചെണ്ണ ഈ ഉരുളിയിൽ അടുപ്പമ്മ വെച്ചിട്ട് ഒരു ദിവസം ഫുള്ളും പതുക്കെ കത്തി അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക, കാണിച്ചു തരാം. മരുന്നൊക്കെ നന്നായി മൊരിഞ്ഞ് വറ്റി പാകമായിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയുടെ കളർ ഇതേ നല്ല അടിപൊളി കരിയും പച്ച കളറാണ് കേട്ടോ. കണ്ട. അപ്പോൾ ഇനി ഞാനിതിവിടെ ഇറക്കി വയ്ക്കാൻ പോവാട്ടോ. ഇറക്കി വെച്ച് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ധരിച്ചെടുക്കാം. ഇപ്പം നല്ല മൊരിച്ചിലതിൻ്റെ പാകമായിട്ടുണ്ട്. അതിലത്തെ ആ ജ്യൂസിൻ്റെ ഇതൊക്കെ പൊന്തി മുകളിലേക്ക് വന്നിട്ടുണ്ട്, എല്ലാം മൊരിഞ്ഞ് പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ ആ ത്രിബലയൊക്കെ നന്നായി മൊരിഞ്ഞുണ്ട്. ഇനി ഞാനിത് അടുപ്പിലെ തീയൊക്കെ ഞാൻ നിർത്തി വെച്ച് വെക്കാം. അടുപ്പിൽ ഇറക്കി വയ്ക്കാൻ പോവാട്ടോ. അപ്പം ഇനി ചൂടാറിന് ശേഷം നമുക്ക് അരിച്ചിട്ട് കാണാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പകർത്തിയതാണ് കേട്ടോ. ഒരു കുപ്പി വെളിച്ചെണ്ണ, ഇത് 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് പകർത്തിയതാണ്, ഒരു കുപ്പിയിലേക്ക് പകർത്തിയതാണ്. നല്ല കരിം പച്ച കളർ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് ഞാൻ കയ്യിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. കുപ്പിയിൽ അറിയുമ്പോൾ ഇരിക്കുമ്പോൾ അറിയില്ല എന്താ കളറെന്നുള്ളത്. കരിം പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കുപ്പിയിലേക്ക് ആക്കിയതാണ്. ഞാൻ വാങ്ങി വെച്ച കുപ്പി കഴിഞ്ഞു. അപ്പോൾ ഒരു കുപ്പിയിലേക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ഈ മൂടി ഇങ്ങനെ വലിച്ച് തുറന്നാൽ നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് കാട്ടി തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ്. കണ്ടോ, നല്ല കരിം പച്ച കളറാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാട്ടോ. ഇതാണ് കരിം പച്ച കളറാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ്. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ കാച്ചി എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു ബൗളിലാക്കി കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല കരിം പച്ച കളറാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറ്. അപ്പോൾ ഇതൊരു പുതിയ കൂട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. മുന്നും കുറേ വെളിച്ചെണ്ണ കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ. കണ്ട, നല്ല പച്ച കളറാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ മരുന്നുകൾ കണ്ടെത്തണം. അത് മരുന്നുകൾ വാങ്ങാനുള്ള മരുന്നുകൾ വാങ്ങണം. ബാക്കിയിൽ നമ്മുടെ പറമ്പുകളിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി നന്നായി, അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. പക്ഷേ നന്നായി പണിയെടുത്താലും നല്ല അടിപൊളി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ അടിപൊളി വെളിച്ചെണ്ണയാണ്. നല്ല മണവും നല്ല ഗുണവും ഒക്കെ ഉള്ള ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 20-25 മിനിറ്റ് തേച്ച് നന്നായി നമ്മുടെ തലയുടെ ഓട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കും. തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് മാക്സിമം ഒരു അരമണിക്കൂർ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടിട്ട് നമ്മൾ തല നന്നായി നല്ല ഷാമ്പു ഇട്ട് തല കഴുകുക. ഷാമ്പു എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയിലോ ചെറുപയർ പൊടിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയിലന്താലി ഏതെങ്കിലും താളികൾ ഇട്ടിട്ട് ഷാമ്പു ഉപയോഗിക്കാണ്ടിരിക്കുക. ഇങ്ങനെ താളിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഷാമ്പു ഇട്ടിട്ട് തല നന്നായി കഴുകുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി എന്താ പറയുക, ഊരിപ്പോയ മുടികളൊക്കെ പുതിയത് കിളിർക്കും ചെയ്യും. ഉള്ള മുടിക്ക് നല്ല കരുത്തുണ്ടാവും, ഭംഗിയുണ്ടാവും, നീളം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വെളിച്ചെണ്ണക്കൂട്ട് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കുക. ഇനി അത്യാവശ്യക്കാർക്കാണെങ്കിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. നാത്തൂൻസിനോട് ചോദിച്ചാൽ. പിന്നെ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബായ്.